വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവദിന ചിന്തയ്ക്കായി ഒരു ദൈവദിന ഭാഗം വായിക്കുന്നു. യോബിന്റെ പുസ്തകം 19 അധ്യായം 25 വാക്യം. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവനുടെ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവചനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദൈവദിന ഭാഗത്ത് യോബിന്റെ ജീവിതത്തിലുള്ള പ്രത്യാശയുടെ വാക്കുകളാണ് പരിശുദ്ധാത്മാവ് തന്നിലൂടെ നമുക്ക് നൽകി തരുന്ന ഈ സന്ദേശം എന്ന് പറഞ്ഞ പുനരുത്ഥാനത്തിലുള്ള യോബിന്റെ വിശ്വാസമാണത്. ഈ മനുഷ്യൻ ജീവിതത്തിൽ കടന്നുപോയ പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവില് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ആർക്കും സഹിക്കുവാനും പിടിച്ചു നിൽക്കുവാനും കഴിയാത്ത വിധത്തിൽ അത്ര വലിയ പ്രശ്നത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിലും യോബിന്റെ പ്രത്യാശ എന്താണ്? സ്തോത്രം, എന്നെ വീണ്ടെടുക്കുന്നവൻ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു പ്രത്യാശയാണ് ശ്രോതാവെ നമുക്ക് ഓരോരുത്തർക്കും ആവശ്യം. നാം കഷ്ടതയുടെ നടുവിലൂടെ കടന്നു പോകുമ്പോഴും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും പ്രതികൂലങ്ങൾ വളരെ ശക്തമായി മാറുമ്പോഴും നമ്മുടെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന യേശുക്രിസ്തു ജീവിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികളെ നമുക്ക് തരണം ചെയ്യാൻ കഴിയും. അപ്പൊ യോബിന്റെ ജീവിതത്തിൽ കഷ്ടതയുടെ വേളകളിലും ജീവിക്കുന്ന ഒരു വീണ്ടെടുപ്പുകാരനെ കുറിച്ച് ഉള്ള പ്രത്യാശ എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലെ ദൈവമക്കൾ അല്ലെങ്കിൽ ചിന്തിക്കേണ്ടതാണ്. എന്നിട്ട് വേണം നാം എത്രമാത്രം നമ്മുടെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന ദൈവത്തിൽ പ്രത്യാശ വെക്കണമെന്ന് നാം തിരിച്ചറിയേണ്ടത്. കഷ്ടതകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ദുഃഖങ്ങളും കണ്ണുനീരുകളും ജീവിതത്തിൽ ഏറി വരുമ്പോഴേ അവിടെ നമ്മൾ പിറുവിറുപ്പുകാരായി മാറാതെ യോബിനെ പോലെ നമ്മുടെ വീണ്ടെടുപ്പുകാരനെ കുറിച്ചുള്ള ചിന്തകളായിരിക്കണം നമുക്കുണ്ടായിരിക്കേണ്ടത്. അതൊരു അപ്പം യോബിന്റെ പരമോന്നതമായ വിശ്വാസത്തിന്റെ പ്രതീകമായിട്ടാണ് ഈ വചനത്തെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. യോബിന്റെ ഒരു പ്രവചനം കൂടിയാണ് ഈ വചനം. യോബ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു പ്രവചനം കൂടിയാണ്. അപ്പൊ യോബ് നേരിട്ട് അവനെ കാണും, യേശുവിനെ കാണുമെന്നും വിശ്വാസത്തിന്റെ തീവ്രതയിൽ വീക്ഷിച്ചപ്പോൾ യോബിനത് കാണുവാൻ കഴിഞ്ഞുവെന്നും കൂടി അവിടെ രേഖപ്പെടുത്തുക. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് യോബിന്റെ പുസ്തകം 14 അധ്യായം 14 വാക്യം വായിക്കുന്നത് കാണുന്നുണ്ട്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? എന്നാൽ എനിക്ക് മാറ്റം വരുവോളം എന്റെ യുദ്ധകാലമൊക്കെയും കാത്തിരിക്കുമായിരുന്നു. എന്തോ ഒരു വലിയ ചോദ്യം. മനുഷ്യൻ മരിച്ചാൽ മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? എന്നാൽ എനിക്ക് മാറ്റം വരുവോളം എന്റെ യുദ്ധകാലങ്ങളൊക്കെയും കാത്തിരിക്കുന്നു. യോബ് ഇവിടെ പുനരുത്ഥാനത്തെയാണ് കാണിച്ചിരിക്കുന്നത്. പുനരുത്ഥാനത്തെ കുറിച്ചുള്ള വാക്കുകളാണ് പറയുന്നത്. മനുഷ്യജീവിതം ക്ഷണഭങ്കുരമാണെന്ന് ചിന്തിച്ചുകൊണ്ട് യോബ് തന്റെ പ്രതിവാദം തുടരുന്നതാണ്. പൊഴിഞ്ഞു പോകുന്ന പൂവിനോടും മാഞ്ഞു പോകുന്ന നിഴലിനോടും മനുഷ്യജീവിതത്തെ തുലനം ചെയ്തുകൊണ്ടായി ഭക്തൻ സംസാരിക്കുന്നത്. പ്രൈസറോ ഹല്ലേലൂയ. 14 മനുഷ്യൻ അറിയുവാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ ചോദ്യമാണ് യോബ് ഇവിടെ ഉന്നയിക്കുന്നത്. നൂറ്റാണ്ടുകളുമായി ഈ ചോദ്യത്തിന് ഉത്തരം ലഭിക്കുവാൻ മനുഷ്യൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പ്രൈസറോ. ഈ പുസ്തകത്തിൽ ഉന്നയിക്കുന്ന 3 പ്രധാന ചോദ്യങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, ദൈവം എവിടെയാണ് എന്ന് 23 വാക്യത്തിൽ ദൈവത്തെ തപ്പി നടക്കുന്നവരുടെ മുമ്പിൽ ക്രിസ്തു മനുഷ്യാവതാരം എടുത്തപ്പോൾ അതിന് ഉത്തരം ലഭിച്ചു എന്ന് കാണുന്നുണ്ട്. ഹല്ലേലൂയ. രണ്ടാമത്, മർത്യൻ ദിവസം എങ്ങനെ നീതിമാനാകും? ഹല്ലേലൂയ. അപ്പൊ ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തിന് വേണ്ടി മരിച്ച് ദൈവമുമ്പാകെ മനുഷ്യനെ നീതിമാനാക്കി എന്നുള്ളത് റോമാലേഖനം 5:1 നമുക്ക് വായിച്ചാൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പോൾ തന്നെ യോബിന്റെ പുസ്തകം 25:4 ചേർത്ത് വായിച്ചാൽ നമുക്ക് ചിന്തിക്കാൻ കഴിയും. മൂന്നാമത്തെ കാര്യം, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? 14 നമ്മൾ ചോദിച്ചു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് യേശുക്രിസ്തു അരുളി ചെയ്ത വചനം യോഹന്നാന്റെ സുവിശേഷം 11:25 കിടപ്പുണ്ട്. ഹല്ലേലൂയ. അപ്പം പാപത്തിൽ മരിച്ചിരിക്കുന്ന മനുഷ്യൻ ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ പുനരുത്ഥാനം ചെയ്ത് വീണ്ടും ജീവിക്കും. പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ഈ ലോക ജീവിതം മുന്നോട്ട് നയിച്ചാൽ ആ മനുഷ്യന് പുനരുത്ഥാനത്തിൽ വീണ്ടും ജീവിതം കിട്ടുമെന്ന്
യോബ് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ഈ കാലഘട്ടം എന്നൊക്കെ പറയും നമ്മൾ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ്. പ്രൈസലോ, നമുക്കറിയാം മുമ്പത്തെ കാലത്തെക്കാൾ ദുരന്തങ്ങൾ കൂടിയിരിക്കുകയാണ്. പ്രകൃതി വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. ഏത് സമയത്തും എന്ത് സംഭവിക്കാവുന്ന നിലയിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. എന്ന് പറഞ്ഞ മനുഷ്യന്റെ ജീവിതം ഏത് സമയത്തും അവസാനിക്കാം. മരണം ഏത് സമയത്തും വരാം. അത് ഏത് സാഹചര്യത്തിലാണ് എങ്ങനെയാണ് വരുന്നത് നമുക്ക് പറയാൻ കഴിയില്ല. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾ വലിയ പ്രതിസന്ധികളെ തരണം ചെയ്യുന്ന വ്യക്തിയായിരുന്നാലും നിങ്ങൾക്ക് ഒരു വീണ്ടെടുപ്പുകാരൻ ഉണ്ടെന്നുള്ള ആ പ്രത്യാശ നിങ്ങളുടെ ഉള്ളിൽ നഷ്ടപ്പെട്ടു പോകരുത്. ഇന്ന് ജീവിക്കുന്ന പലർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യാശയില്ല, പുനരുത്ഥാനത്തെ കുറിച്ചുള്ള പ്രത്യാശയില്ല. ഇവിടെ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, പിന്നെ ചാകുമല്ലോ എന്നുള്ള രീതിയിൽ മനുഷ്യൻ മുമ്പോട്ട് പോവുകയാണ്. എന്നാൽ ഈ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന ദൈവത്തെക്കുറിച്ച്, രക്ഷകനായിരിക്കുന്ന യേശുവിനെ കുറിച്ച് കാലാകാലങ്ങളായി സുവിശേഷകന്മാർ ലോകത്തിൽ എല്ലായിടങ്ങളും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു നല്ല ശതമാനം ജനങ്ങൾ ഈ ദൈവവചനം ഏറ്റെടുത്ത് അവർ കടന്നു പോകുന്ന വലിയ കഷ്ടതയുടെ നടുവിലും വിശ്വാസത്തിൻ നായകനായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന നല്ലൊരു ശതമാനം ജനങ്ങളുണ്ട്. പ്രൈസലോ, ഇതിൽ നാം ദൈവത്തോട് ചേർന്നിരിക്കണം. അപ്പോൾ യേശു മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതുകൊണ്ട് നാം ഈ ലോകത്തിൽ മരിച്ചാലും മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനോട് കൂടെ വാഴും എന്നുള്ള അശ്വ പ്രത്യാശയാണ് നമുക്ക് ആവശ്യം. അതാണ് യോബിന്റെ ജീവിതത്തിൽ യോബ് വെളിപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശിക്കുവാൻ വകയൊന്നുമില്ലായിരുന്നു. എന്നാൽ മൂന്നാം നാൾ കല്ലറകളെ ഭേദിച്ചുയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാർക്ക് 40 നാൾ പ്രത്യക്ഷമായി സ്വർഗത്തിലേക്ക് കയറിപ്പോയ യേശു കർത്താവ് തന്റെ വിശുദ്ധ സഭയെ ചേർക്കാൻ മധ്യാകാശത്തിൽ വീണ്ടും വരുമെന്ന് അരുളി ചെയ്ത യേശു ക്രിസ്തുവിലുള്ള ആ പ്രത്യാശ അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകണം. യോബ് യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ച് അത് കാണുകയാണ്. ഈശ്വരോ, ഇവിടെ എന്നെ കേൾക്കുന്ന പ്രശ്നം, നിങ്ങൾക്ക് ആ ഒരു പ്രത്യാശയുണ്ടെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ മടുത്തു പോവുകയില്ല. അതുകൊണ്ടാണ് പൗലോസ് കൊരിന്ത്യർ ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയത്. 1 കൊരിന്ത്യർ ലേഖനം 15:85 എഴുതി വെച്ചത്, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. അല്ലേ? അപ്പം ദ്രവത്വം, മരണം, വിഷമുള്ള എന്നീ കാര്യങ്ങളെ കുറിച്ച് 1 കൊരിന്ത്യർ ലേഖനം 15 അല്ലെങ്കിൽ 53 മുതൽ 57 വരെ വാക്യങ്ങൾ കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ മരിച്ചുപോയവർ ദ്രവിച്ചുപോയി, എന്നാൽ അത് ഇനിയും ദ്രവത്വം വരാത്ത സ്ഥിതിയിലേക്ക് മാറ്റപ്പെടുന്നു. അതൊരു വസ്ത്രം മാറുന്നത് പോലെ എന്ന് പൗലോസ് പറയുക. അല്ലേരിയ ഫിലിപ്പി ലേഖനം 3:21 കൊരിന്ത്യർ ലേഖനം 5:4 ഈ ഭാഗം വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലേരിയ എന്ന് പറയാൻ ദ്രവിച്ചു പോയ മനുഷ്യൻ അല്ലേരിയ ഇനിയും അല്ലേരിയ ദ്രവത്വം വരാത്ത ഒരു അനുഭവത്തിലേക്ക് വരുമെന്ന്. അവിടെ ദ്രവത്വമായത് അദ്രവത്വമായത് പ്രാപിക്കുമെന്ന് പറയുന്നത്, മർത്യമായത് അമർത്യമായത് പ്രാപിക്കുന്നൊക്കെ അതുകൊണ്ട് വേദപുസ്തകം പറയുന്നത്. ഒരു വസ്ത്രം മാറുന്നത് പോലെ മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റം വരുമെന്ന്, അവന് പുനരുത്ഥാനം ഉണ്ടെന്നുള്ളതാണ് ഈ വചനം പറയുന്നത്. എന്നെ കേൾക്കുന്ന സ്നേഹിത, പുനരുത്ഥാനത്തിൽ പ്രത്യാശയുള്ള യോബിനെ പോലെ എന്നെ കേൾക്കുന്ന മാതാവി പിതാവ്, ഈ ലോകത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ പുനരുത്ഥാനത്തിലുള്ള പ്രത്യാശയായിരിക്കാൻ വേണ്ടിയത്. ഈ ലോകത്തിലെ ഒന്നിനും വേണ്ടി നീ പ്രത്യാശ വെച്ച് ജീവിച്ചാൽ അത് നിനക്ക് ദുഃഖകരമായി മാറും. പ്രൈസലോ, പലരുടെയും പ്രത്യാശ രാവിലെ എഴുന്നേറ്റ് കള്ളുഷാപ്പിൽ ചെല്ലണം, ബാറിൽ ചെല്ലണം, ചൂതാട്ട കേന്ദ്രങ്ങളിൽ ചെല്ലണം, അശ്ലീലമായ ജീവിത സാഹചര്യങ്ങൾ നടക്കണം എന്നൊക്കെയാ പലരുടെയും പ്രത്യാശ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജനത്തിന്റെ. എന്നാൽ രാഷ്ട്രീയക്കാരുടെ പ്രത്യാശയാണ് രാവിലെ എഴുന്നേറ്റ് ആർക്കെതിരെ ഭാരപണിയണം, ഉപദ്രവിക്കണം, ആരെ രക്തസാക്ഷിയായി തീർക്കണം എന്നുള്ള ഈ രാഷ്ട്രീയക്കാരുടെ ചിന്താഗതികൾ. ഇവിടെ മതങ്ങൾ എന്താണ്? ഏതു വിധത്തിലും മതത്തിനകത്ത് സ്പർദ്ധയുണ്ടാക്കി, മതത്തിനകത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് അല്ലെങ്കിൽ ജനത്തെ വകവരുത്താനുള്ള തന്ത്രങ്ങൾ മതങ്ങളും പണിതുകൊണ്ടിരിക്കുക. ഇതാണ് ഇവിടുത്തെ സംവിധാനം. പക്ഷേ അവർക്ക് മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും
കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ച് ഒന്നും അവർക്ക് ബോധ്യമില്ല. മരിച്ച മനുഷ്യന് ഒരു പുനരുത്ഥാനം ഉണ്ടെന്നും മനുഷ്യൻ മരിച്ചുപോയ മനുഷ്യൻ വീണ്ടും ജീവിക്കുമെന്നുള്ള ചിന്താഗതികളൊന്നും അവർക്കില്ല. എന്നാൽ യോബിനെ സംബന്ധിച്ച് എന്താണ്? യോബിന്റെ ജീവിതത്തിൽ മരണം സംഭവിച്ചാലും തന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ള പ്രത്യാശ യോബിനുണ്ടായിരിക്കുക. അതേ സ്നേഹിത, നാം മരിച്ചു മണ്ണോട് ചേർന്നാലും രക്തം ചെയ്യും. നാം മരിച്ചു മണ്ണോട് ചേർന്നാലും നമ്മെ വീണ്ടെടുക്കുന്നവനായ കർത്താവായ യേശുക്രിസ്തു ജീവിച്ചിരിക്കുന്നു എന്ന് നമ്മുടെ ഹൃദയത്തിൽ ആ വലിയ പ്രത്യാശയോടെ നിങ്ങൾ ജീവിക്കണം. ശിവന്റെ രക്തത്താൽ ചെയ്യാം. ഹല്ലേലൂയ. അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമുക്ക് ജീവിതം സന്തോഷിപ്പാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ യോബിനെ സംബന്ധിച്ച് മക്കൾ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ആടുമാട് കന്നുകാലികൾ, തന്റെ വേലക്കാർ, ദാസിദാസന്മാർ, തന്റെ ഭവനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. ശേഷിച്ചത് ഭാര്യ മാത്രമാണ്. ഭാര്യയും പറയുന്നത് നീ ദൈവത്തെ തള്ളിപ്പറയണമെന്നാണ്. യോബിനെ സംബന്ധിച്ചോളം ശരീരം മുഴുവൻ വ്രണം പിടിച്ചു, മരിക്കത്തക്ക രോഗമാണ്. ഒരുപക്ഷെ മരണം വരെ സംഭവിക്കാമായിരിക്കാം. ആ സ്ഥിതിയിലായ യോബ് പോകുന്നത്. പക്ഷെ അവിടെയും തന്റെ പ്രത്യാശ എന്താ? തന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുള്ളതാണ്. മറ്റാർക്കുമില്ലാത്ത പ്രത്യാശ യോബിനുണ്ടായിരുന്നത് പോലെ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഈ ലോകത്തിൽ മറ്റാർക്കുമില്ലാത്തൊരു പ്രത്യാശ നിനക്കുണ്ടാകട്ടെ. നിങ്ങളെ വീണ്ടെടുക്കുന്ന കർത്താവായ യേശുക്രിസ്തു ജീവിച്ചിരിപ്പുണ്ട്. ജീവനോടെ പിതാവിന്റെ വലത്തുഭാഗത്ത് നിന്നും തന്റെ ജനത്തിന് മധ്യസ്ഥ ചെയ്യുന്നുണ്ട്. അവന്റെ പ്രത്യക്ഷതയിൽ ഞാൻ എന്റെ കർത്താവിനോടുകൂടെ ചേർക്കപ്പെടുമെന്നുള്ള വിശ്വാസം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ യേശുവിന്റെ രക്തത്താൽ ചെയ്യും. നിങ്ങൾക്ക് ജീവിതം പ്രത്യാശയോടെ കൊണ്ടുപോകാൻ കഴിയും. രക്തം ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് ഹേ മരണമേ നിന്റെ ജയം എവിടെ എന്ന് പൗലോസ് പറയുന്നത്. ജയഘോഷം മുഴക്കുകയാണ്. അവൻ പാതാളത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റു. ആകയാൽ പാതാളമേ നിന്റെ ജയം എവിടെ എന്ന് ചോദിക്കുക. നമ്മുടെ കർത്താവ് അല്ലെങ്കിൽ പാതാളത്തെ ജയിച്ചു, മരണത്തെ ജയിച്ചു. അല്ലെങ്കിൽ പാതാളമേ നിന്റെ ജയം എവിടെ എന്ന് ചോദിക്കുന്നത്. അവൻ ശത്രുവിനെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. ആകിയാൽ ശത്രുവിന്റെ ശക്തിയിന്മേൽ നമുക്ക് അധികാരമുണ്ട്. നമ്മുടെ കർത്താവ് അല്ലെങ്കിൽ ശത്രുവിനെ ജയിച്ചു, സാത്താനെ ജയിച്ചു, പാതാളത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് ഇവിടെ ജീവിക്കുന്ന ഓരോ വ്യക്തികൾക്കും, കർത്താവായ യേശുക്രിസ്തുവിലൂടെ വീണ്ടും ജന്മം പ്രാപിച്ച ഓരോ വ്യക്തികൾക്കും ശത്രുക്കളുടെ മേൽ ജയമുണ്ട് എന്ന് ഈ തിരുവെഴുത്ത് നമുക്ക് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഈ പ്രത്യാശയിലൂടെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നാം ദൈവത്തിന് വചനമൊക്കെ ഹോശേയയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കണ്ടു. ഹോശേയയുടെ പുസ്തകം 13-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ഞാൻ അവരെ പാതാളത്തിന്റെ അധീനത്തിൽ നിന്ന് വീണ്ടെടുക്കും, മരണത്തിൽ നിന്ന് ഞാൻ അവരെ വിടുവിക്കും. മരണമേ നിന്റെ ബാധകൾ എവിടെ? പാതാളമേ നിന്റെ സംഹാരം എവിടെയെന്ന് ഹോശേയയുടെ പുസ്തകത്തിൽ കാണാൻ കഴിയും. അതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ പഠിക്കുക എന്ന് പറഞ്ഞാല് ഹോശേയയുടെ പുസ്തകം 13-ാം അധ്യായം അതിന്റെ 9 തൊട്ട് 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് ആ ഭാഗത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ ചിന്തിക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ എഴുതിക്കുന്നു: എഫ്രൈം ആത്യന്തികമായി യഥാസ്ഥാനപ്പെടുന്ന കാര്യമാണ് 9 തൊട്ട് 16 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അല്ലേ? 11-ാം വാക്യത്തിലെ രാജാവ് ശൗലായിരിക്കണമെന്ന് അവിടെ കാണുന്നുണ്ട്. 11-ാം വാക്യത്തിൽ എന്റെ കോപത്തിൽ ഞാൻ നിനക്ക് ഒരു രാജാവിനെ തന്നു, എന്റെ ക്രോധത്തിൽ ഞാൻ അവനെ നീക്കിക്കളഞ്ഞു. അപ്പൊ ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ അവർ രാജാവിന് വേണ്ടി ചോദിച്ചു, അപേക്ഷിച്ചു. ദൈവം ഒരു രാജാവിനെ അവർ കൊടുത്തു, ശൗലിനെയാണ്. ശൗൽ ദൈവകൽപ്പന പ്രമാണിക്കാതെ, ദൈവ ഇഷ്ടം ആർത്തനുസരിച്ച് നടക്കാതെ, സ്വന്തം ഇഷ്ടത്തിൽ തനിക്ക് ഇഷ്ടമുള്ള പോലെ തോന്നി ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ശമൂവേൽ പ്രവാചകന്റെ വാക്കുകൾ കേൾക്കാതെ തനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് ശൗലിന്റെ രാജ്യത്ത് നഷ്ടപ്പെട്ടു പോയി. അതാണ് കർത്താവ് പറഞ്ഞത്, എന്റെ ക്രോധത്തിൽ ഞാൻ അവനെ നീക്കിക്കളഞ്ഞു എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മളോട് വായിച്ചെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇവിടെ നിന്ന് ദൈവത്തിന്റെ വചനം വായിക്കും: അവൻ ബുദ്ധിയില്ലാത്ത മകൻ സമയമാകുമ്പോൾ ഗർഭധാരത്തെങ്കിൽ എത്തുന്നില്ല എന്ന് 13-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വിടുതൽ ലഭിക്കാൻ അവൻ തക്ക സമയത്ത് ദൈവത്തിലേക്ക് അടുക്കുന്നില്ല. ഹല്ലേലൂയ.
ഇത് കേൾക്കുന്നവർ ഒരു വിടുതലിന് നാം ദൈവത്തെങ്കിലേക്ക് വരണം. പ്രൈസലോ. ഒരു വിടുതൽ നമുക്ക് ആവശ്യമാണെങ്കിൽ നമ്മൾ ദൈവത്തെങ്കിലേക്കണം. 13-ാം വാക്യം നിങ്ങൾ വായിച്ചു നോക്കിയിട്ടല്ലേ, നോവ് കിട്ടിയ സ്ത്രീയുടെ വേദന അവനുണ്ടാകും, അവൻ ബുദ്ധിയില്ലാത്ത മകൻ, സമയമാകുമ്പോൾ അവൻ ഗർഭധാരത്തിങ്കിൽ എത്തുന്നില്ല. വളരെ ചിന്തിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനങ്ങളാണ്. അല്ലേലിയ. അപ്പം വീണ്ടും 14-ാം വാക്യത്തിൽ വായിക്കും, മരണമേ നിന്റെ ബാധകൾ എവിടെ എന്ന് 1 Corinthians ലേഖനം 15:55 ഉദ്ധരിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ മടങ്ങി വരവിൽ മരണം നീങ്ങിപ്പോകുന്നതിലൂടെ താരതമ്യം ചെയ്തിരിക്കുകയാണ്. ഹോശേയുടെ പുസ്തകത്തിൽ ഈ ഒരു പ്രത്യാശ കാണാം. യോബിന്റെ ജീവിതത്തിലെ പ്രത്യാശ നിറയപ്പെടുന്നത് അത് പൗലോസ് അപ്പോസ്തലൻ നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ ഇന്ന് കാണുന്ന ഈ കാലഘട്ടത്തിൽ കാണുന്ന ദൈവജനത്തിന് ഈ പ്രത്യാശയാണ് വേണ്ടിയത്. അല്ലേരിയ. ഇപ്പൊ മരണാനന്തര ജീവിതമുണ്ട് എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. പലരും മരണാനന്തര ജീവിതത്തെക്കുറിച്ച് തെറ്റായ പഠിപ്പിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകം മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിപ്പിക്കുക. അല്ലേരിയ. ഫ്രൈസറോ. അപ്പൊ ഞാൻ അവരെ പാതാളത്തിന്റെ അധീനതയിൽ നിന്ന് വീണ്ടെടുക്കും എന്ന് പറഞ്ഞ ദൈവസ്നേഹത്തെ പ്രകടമാക്കുന്നു. ആ ദൈവസ്നേഹത്തിന്റെ മുമ്പാകെ മരണവും മരണത്തിന് മുമ്പാകെ മരണവും പാതാളവും വെല്ലുവിളിക്കപ്പെടുകയാണ്. ദൈവസ്നേഹത്തിന്റെ മുമ്പിൽ പാതാളവും വെല്ലുവിളിക്കപ്പെടുകയാണ്. അല്ലേലിയ. ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെങ്കിൽ മരണവും പാതാളവും തോൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കും. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് അല്ലേലിയ മരണത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അല്ലേലിയ. അപ്പൊ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവഭക്തനും മരണത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം മരണം ഒരു നിദ്ര മാത്രമാണ്. മരണം എന്ന് പറയുന്ന ഒരു ഉറക്കം മാത്രമാണ്. അല്പകാലത്തേക്കുള്ളൊരു ഉറക്കം, അല്പകാലത്തേക്കുള്ളൊരു നിദ്ര. കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവെങ്കിൽ മുമ്പേ മരിച്ച വിശുദ്ധന്മാരെല്ലാം ഉയർത്തെഴുന്നേൽക്കുമെന്ന് നമ്മൾ 1 Thessalonians ലേഖനം 4:16-17 വായിക്കുന്നുണ്ട്. കർത്താവ് തൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ മധ്യാകാശത്തിൽ വെളിപ്പെടുമ്പോഴേ മുമ്പേ മരിച്ച വിശുദ്ധന്മാരൊക്കെ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. അവിടെ എന്നെ കേൾക്കുന്ന മാതാപിതാ, മരണം എന്ന് പറയുന്നതിനെ നീ ഭയപ്പെടേണ്ട കാര്യമില്ല. നീ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിനക്കൊരു ഉയർപ്പ് ദൈവം വെച്ചിട്ടുണ്ട്. രക്തം ചെയ്യും. അതുകൊണ്ട് മരണത്തെ കണ്ട് നിങ്ങൾ ഭയപ്പെട്ടു പോകാതെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യാശ നിങ്ങൾക്കുണ്ടായിരിക്കണം. പ്രൈസലോ. ഇവിടെയാണ് യോബിന്റെ വാക്കുകൾക്ക് നാം വളരെ പ്രാധാന്യം കൊടുക്കേണ്ടത്. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. പ്രൈസലോ. മരണം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ കാൽമുട്ടുകൾ തമ്മിൽ കൂട്ടി വിറക്കരുത്. മരണം എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനെ ഭയപ്പെടരുത്. മരണം എന്ന് പറയുമ്പോൾ നിങ്ങൾ മാനസികമായി തളരരുത്. മരണം എന്ന് പറയുന്ന യാഥാർത്ഥ്യം ദൈവം നമുക്ക് വെച്ചിരിക്കുന്നതാണ്. അത് ഞാനും നിങ്ങളും അതിനെ അഭിമുഖീകരിച്ചേ മതിയാവുള്ളൂ. നാം ഈ ലോകത്തിൽ സ്ഥിര താമസക്കാരനല്ല. അല്ലേരിയ. താൽക്കാലികമായി ലഭിച്ച ജീവിതം മാത്രമാണ്. മോശയുടെ വാക്കിലൂടെ നമ്മൾ ചിന്തിക്കാൻ മോശ പറയുന്നുണ്ട്, മനുഷ്യന്റെ ആയുസ് 70 സംവത്സരം, ഏറെ ആയാൽ അത് 80 അത് വേഗം തീരുകയും നമ്മൾ പറന്നു പോവുകയും ചെയ്യുമെന്ന് മോശ സങ്കീർത്തനം 90:10 രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലേ? ഈ ഒരു വിശ്വാസത്തിന്റെ കണ്ണുകൾ എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ ഈ ഭൂമിയിൽ നാം ഒന്നിനെയും ഭയപ്പെടത്തില്ല. രക്തം ചെയ്യാം. ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ നിങ്ങളോടും പറയട്ടെ, എന്തിനെയാണ് നീ ഭയപ്പെടുന്നത്? എന്തിനെയാണ് നീ ഭയപ്പെട്ട് ജീവിക്കുന്നത്? നീ ഭയപ്പെട്ട് ജീവിക്കേണ്ടവനല്ല. ഭയപ്പാടോടുകൂടി നീ മുന്നോട്ട് പോകേണ്ടവനല്ല. ഈയോരെ പോലെ പ്രത്യാശയിൽ ജീവിക്കുവാൻ കഴിയണം. അല്ലേലിയ. ഹോശേയുടെ പുസ്തകത്തിലും 1 Corinthians ലേഖനം 15:55 വായിച്ച പോലെ, ഈ മരണമേ നിന്റെ ജയം എവിടെയെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുമ്പിൽ വരുന്ന പ്രതികൂലത്തെ നിങ്ങൾ അതിജീവിക്കണം. രക്തം ചെയ്യും. മനുഷ്യ ശരീരം പാപം കൊണ്ട് നിറയപ്പെട്ടതാണ്. മനുഷ്യ ശരീരം രോഗം കൊണ്ട് നിറയപ്പെട്ടതാണ്. മനുഷ്യന്റെ ശരീരം ശാപത്താൽ നിറയപ്പെട്ടതാണ്. അല്ലേ? അപ്പം പാപവും ശാപവും രോഗവും മനുഷ്യന്റെ ശരീരത്തിൽ വസിക്കുമ്പോൾ മനുഷ്യൻ വിവിധമായ രോഗങ്ങൾക്ക് അധീനരായി മാറും. സമാധാനം നഷ്ടപ്പെടും, സന്തോഷം നഷ്ടപ്പെടും, സ്നേഹം നഷ്ടപ്പെടും. ശരീരത്തെ വരിഞ്ഞു മുറുക്കുന്ന വിധത്തിലുള്ള വേദനയുടെ അനുഭവത്തിലൂടെ കടന്നു പോകാം.
മരണം മുമ്പിൽ വന്നു നിൽക്കുന്നത് പോലെ തോന്നിപ്പോകും. ലോകം കൈവിടും, സഹോദരങ്ങൾ കൈവിടും, ബന്ധുമിത്രാദികൾ കൈവിടും. ഇവിടുത്തെ മെഡിസിനും ഡോക്ടർമാരും ഇവിടുത്തെ എല്ലാം അവരെല്ലാം പരാജയപ്പെടും. സകല കണ്ടുപിടുത്തങ്ങളും പരാജയപ്പെടും. പക്ഷേ നീ കർത്താവിൽ വീണ്ടെടുക്കപ്പെട്ടവനാണെങ്കിൽ, കർത്താവ് യേശുക്രിസ്തുവിൽ വീണ്ടെടുപ്പ് പ്രാപിച്ചവളാണെങ്കിൽ നീ മരണത്തെ ഭയപ്പെടത്തില്ല. നിനക്ക് മുമ്പിൽ വരുന്ന ഏത് പ്രതികൂലത്തെ നീ അതിജീവിക്കും. ഹല്ലേലൂയ. ചെങ്കടൽ നിന്റെ ജീവിതത്തിൽ ഇളകി മറിഞ്ഞു വന്നാലും, ചെങ്കടൽ ഇളകി മറിഞ്ഞു വരുന്നത് പോലെ വന്നാലും, ആമീൻ വർഷകാലത്ത് മേൽക്കാലത്ത് യോർദാൻ കലങ്ങി മറിഞ്ഞു വരുന്നത് പോലെ നിന്റെ ജീവിതത്തിൽ അതേപോലെയുള്ള പ്രശ്നം വന്നാലും, നിലയില്ലാ കയത്തിൽ നിങ്ങൾ മുങ്ങി താഴുന്നത് പോലെ നിങ്ങൾക്ക് തോന്നിയാലും, പ്രൈസലോ, നീ തളർന്നു പോകരുത്. നിന്റെ ജീവിതത്തിൽ പ്രത്യാശയാണ് ആവശ്യം. ഹല്ലേലൂയ. ജീവിതം നീ ഒരിക്കലും മടുപ്പ് കാണിക്കരുത്. ജീവിതം മടുത്തു എന്ന് പറയരുത്. ഹല്ലേലൂയ. ജീവിതം മടുത്തു എന്നും പറയരുത്. ജീവിതത്തിൽ മടുപ്പും കാണിക്കരുത്. ജീവിതം പ്രത്യാശയോടെ ജീവിച്ച് കാണിക്കേണ്ടതാണ്. പ്രൈസലോ. നീ യോബിനെ കുറിച്ച് ചിന്തിച്ചു നോക്കിയാട്ട്, യോബിന്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് പ്രതികൂലത്തിന്റെ സാഹചര്യത്തിലൂടെ കടന്നുപോയപ്പോഴും, തന്റെ ഭാര്യയും തന്നെ തള്ളിപ്പറയുമ്പോൾ, തന്റെ സുഹൃത്തുക്കളും തന്നെ തള്ളിപ്പറയുമ്പോഴും, യോബ് എന്ന് പറയുന്ന വ്യക്തി രോഗത്തിന്റെ മൂർധന്യാവസ്ഥയിലൂടെ കടന്നു പോകുന്ന സന്ദർഭത്തിലും, ഹല്ലേലൂയ, പ്രൈസലോ, ഒരിക്കലും ജീവിതം മടുത്തു എന്ന് യോബ് പറഞ്ഞിട്ടില്ല. മടുത്തു, ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ചേക്കാം എന്ന് യോബിന്റെ വായിൽ നിന്നൊരു വാക്ക് പോലും വരാതെ ഈ ഭക്തനായ മനുഷ്യൻ പറയുകയാണ്, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും, ഹല്ലേലൂയ, അവൻ ഒടുവിൽ പൊടിമയിൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. പ്രൈസലോ. ഇന്നത്തെ ജനം എന്താ പറയുന്നത്? മടുത്തു, ഇനി ജീവിതം വേണ്ട, അവസാനിപ്പിച്ചേക്കാം എന്നാണ് എല്ലാവരും പറയുന്നത്. എന്നെ കേൾക്കുന്ന മാതാവ് പിതാവ്, നിന്റെ ജീവിതം അവസാനിപ്പിച്ചതുകൊണ്ട് നിനക്കൊരു നേട്ടവുമില്ല, നിന്റെ കുടുംബക്കാർക്ക് നേട്ടവുമില്ല, ആർക്കും അതുകൊണ്ട് നേട്ടമൊന്നുമില്ല. നിന്റെ ജീവിതം നീ അവസാനിപ്പിച്ചാൽ നിനക്ക് ലഭ്യമാകുന്ന നിത്യമായ നരകമാണ്. ആ നരക യാതനയ്ക്കകത്ത്, ആ നരക കടലിൽ കിടന്ന്, അഗ്നിക്കടലിൽ കിടന്ന് നിന്റെ നിത്യത മുഴുവൻ നീ കഷ്ടം സഹിക്കേണ്ടി വരും. അവിടെ നിന്ന് നിന്നെ പിടിച്ചുകൊണ്ടുവരും. അവിടെ നിന്ന് നിന്നെ കരകയറ്റുവാൻ ആരും ഉണ്ടാകത്തില്ല. ഒരുപക്ഷെ യോബിന്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടായിരിക്കുക. അതുകൊണ്ടാണ് യോബ് മരണത്തെയും വെല്ലുവിളിക്കുന്നത്. സ്തോത്രം. യോബ് മരണത്തെ വെല്ലുവിളിച്ചതുപോലെ അപ്പോസ്തലനായ പൗലോസും മരണത്തെയും പാതാളത്തെയും വെല്ലുവിളിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന എന്നെ കേൾക്കുന്ന ശ്രോതാവി, മരണത്തെയും പാതാളത്തെയും നീ വെല്ലുവിളിച്ച് ജീവിക്കണം. കാരണം മരണത്തെയും പാതാളത്തെയും സാത്താനും ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്ന ഹല്ലേലൂയ ഒരു യേശുക്രിസ്തുവുണ്ട്. ശിവന്റെ രക്തത്താൽ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ദൈവവചനത്തിൽ വിശ്വസിക്കണം. പ്രൈസലോ. നിരാശയുടെ വാക്കുകൾ സംസാരിക്കരുത്. പ്രതികൂലത്തിന്റെ വാക്കുകൾ സംസാരിക്കരുത്. പരാജയത്തിന്റെ വാക്കുകൾ നീ സംസാരിക്കരുത്. വിജയത്തെ നീ മുന്നിൽ കാണണം. പ്രൈസലോ. യോബ് എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും പരാജയത്തിന്റെ, നിരാശയുടെ, ദുഃഖത്തിന്റെ വാക്കുകൾ പറയാതെ എപ്പോഴും മുമ്പിൽ വിജയ സാധ്യത ഉയർത്തി കാണിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനമൊക്കെ അങ്ങനെ പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് സങ്കീർത്തന പുസ്തകമൊക്കെ വായിച്ചാൽ കാണാൻ കഴിയുന്നത്, ഹല്ലേലൂയ, സങ്കീർത്തന പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. യോബിന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ദൈവം ചെയ്ത വഴികളും ഒക്കെ അവിടെ പഠിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തോട് ചേർന്ന് വാസിക്കണം. സങ്കീർത്തനം 16 ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, 10 വരുമ്പോൾ കാണുന്നുണ്ട്, നീ എന്റെ പ്രാണനെ പാതാളത്തിന് വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയില്ലെന്ന് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുക. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. അതേസമയം കർത്താവായ യേശുക്രിസ്തുവിൽ വീണ്ടെടുപ്പ് പ്രാപിച്ച ഒരു വ്യക്തിയുടെ പ്രാണനെ, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, സ്തോത്രം, പ്രാണനെ പാതാളത്തിൽ വിട്ടുകൊടുക്കുകയില്ലെന്ന്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയില്ലെന്നാണ് വചനം പറയുന്നത്. എന്ന് പറഞ്ഞ ചരിത്ര പശ്ചാത്തലങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനങ്ങളെ നിഷ്പക്ഷമാക്കുന്ന മനോഹരമായ വാക്യമാണ് ഇവിടെ. മരിച്ച്, ഹല്ലേലൂയ, മരിച്ച് അടക്കപ്പെട്ടുവെങ്കിലും 3-ാം ദിവസം ഏകദേശം 36 മണിക്കൂറിനകം ക്രിസ്തുവിന്റെ ശരീരം ദ്രവിക്കാതെ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ
യഹൂദന്മാർ ദിവസം അന്ന് കണക്കാക്കിയിരുന്നത് സന്ധ്യ മുതൽ അടുത്ത സന്ധ്യ വരെ ആയിരുന്നതിനാൽ വെള്ളിയാഴ്ച 1 മണിക്കൂർ, ശനിയാഴ്ച 24 മണിക്കൂർ, ഞായറാഴ്ച 11 മണിക്കൂർ, അങ്ങനെ മൊത്തം 36 മണിക്കൂർ എന്നാണ് അല്ലെങ്കിൽ നമ്മൾ വേദപുസ്തക വ്യാഖ്യാനങ്ങളിലും ഒക്കെ കാണുന്നത്. അല്ലേലിയ. അപ്പം പാതാളം എന്ന പ്രയോഗം ശവക്കുഴിയെ ഉദ്ദേശിച്ച് മരിച്ചു പോകുന്ന ആത്മാക്കളുടെ വിശ്രമസ്ഥാനമായും പറഞ്ഞിട്ടുണ്ട് എന്ന് ഉൽപ്പത്തി പുസ്തകം 42 അല്ലേലിയ സ്തോത്രം 38 വായിച്ചാൽ സംഗീതം 9 കാണാൻ കഴിയും. അതുകൊണ്ടാണ് പാതാളത്തിന് വിട്ടുകൊടുക്കുകയില്ലെന്ന് പറയുന്നത്. അല്ലേലിയ. അപ്പം മഹത്വപൂർണമായ ഒരു പുനരുത്ഥാനം കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. മഹത്വപൂർണമായ ഒരു പുനരുത്ഥാനത്തെ കുറിച്ച് നമ്മുടെ കർത്താവ് വാഗ്ദാനം ചെയ്യുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവി, ഒരു പ്രശ്നത്തിന് മുമ്പിൽ തളർന്നു പോകരുത്. നീ മരിച്ചാൽ നിനക്കൊരു വീണ്ടെടുപ്പുണ്ട്. നീ മരിച്ചാൽ നിനക്കൊരു പുനരുത്ഥാനമുണ്ട്. അല്ലേലിയ. മരണം കൊണ്ട് നിന്റെ ജീവിതം അവസാനിക്കുന്നില്ല. മരിച്ചാൽ നിന്റെ പ്രാണനെ പാതാളത്തിന് നിന്റെ കർത്താവ് വിട്ടുകൊടുക്കുകയില്ല. മരിച്ചാൽ നിന്നെ ദ്രവത്വത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. അല്ലേലിയ. പ്രത്യാശയോടെ ജീവിക്കാൻ കഴിയണം. രക്തം ചെയ്യണം. നിനക്ക് പ്രത്യാശ നൽകാൻ വേണ്ടിയിട്ടാണ്, മരണത്തിലും നിനക്ക് പ്രത്യാശ നൽകുവാൻ വേണ്ടി, ജീവിതത്തിലും പ്രത്യാശ, രോഗത്തിലും നിനക്ക് പ്രത്യാശ നൽകാൻ വേണ്ടിയിട്ടാണ് പിതാവ് തന്റെ പുത്രനായിരിക്കുന്ന യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത്. യേശുക്രിസ്തുവിന്റെ 33.5 തിരുവയസ്സ് ജീവിതം അല്ലേലിയ നാം പഠിച്ചാൽ, അല്ലേലിയ, 3.5 വർഷത്തെ യേശുവിന്റെ പരിശുശ്രൂഷ സമയങ്ങളിൽ യേശു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും നാം ചിന്തിച്ചു കഴിഞ്ഞാൽ, മരിച്ചവരെ ഉയർപ്പിച്ചു, രോഗികളെ സൗഖ്യമാക്കി, കുഷ്ഠരോഗിക്ക് സൗഖ്യം കൊടുത്തു. അങ്ങനെ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയും യേശുക്രിസ്തുവിന്റെ മരണവും, അല്ലേലിയ, 3-ാം നാൾ കല്ലറകളെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റ് 40 നാളുകൾക്ക് ശേഷം സ്വർഗാരോപണം ചെയ്ത യേശുവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, മരണത്തെ നീ എന്തിനു ഭയപ്പെടുന്നു? രക്തം ചെയ്യണം. മരണം നമ്മുടെ കൂടെയുള്ളതാണ്. അത് ദൈവം നമുക്ക് വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ പ്രാണനെ പാതാളത്തിന് വിട്ടുകൊടുക്കുകയില്ല. ഹല്ലേലൂയ. നമ്മൾ ഈ അപ്പോസ്തല പ്രവൃത്തിയൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി ഹല്ലേലൂയയിലേക്ക് വരുമ്പോൾ 2-ാം അധ്യായം 31-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അവനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല, അവന്റെ ജഡം ദ്രവത്വം കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിന്റെ പുനരുത്ഥാനം മുമ്പ് കൂട്ടി കണ്ട് പ്രസ്താവിച്ചു. യേശുവിന്റെ മരണത്തെക്കുറിച്ച് ചിന്തിച്ചാലും, ഹല്ലേലൂയ, യേശുവിന്റെ പ്രാണനെ പാതാളത്തിന് വിട്ടുകൊടുത്തില്ല. ഹല്ലേലൂയ. അവന്റെ ജഡം ദ്രവത്വം കണ്ടതുമില്ല. അപ്പൊ യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ പോലും വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ വെളിപ്പെടുത്തി തരുമ്പോൾ രക്തം ചെയ്യും. പ്രൈസലോ. പിന്നെ നമുക്ക് ആ പ്രത്യാശയല്ലേ വേണ്ടത്? എന്നെ കേൾക്കുന്ന മാതാവി, പിതാവേ, ഒരുപക്ഷെ നിങ്ങൾ ഈ ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങൾ വലിയ പ്രശ്നങ്ങൾ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം. സങ്കടങ്ങളായിരിക്കാം, ദുഃഖങ്ങളായിരിക്കാം, നിരാശയുടെ അനുഭവം നിങ്ങൾക്കുണ്ടായിരിക്കാം. നാളെയെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് ചിന്തിക്കുന്ന വ്യക്തിയായിരിക്കാം. തലമുറയെക്കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തിയായിരിക്കാം. കുടുംബത്തെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചും ചിന്തിക്കുന്ന വ്യക്തിയായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ മഹാവ്യാധിയാൽ ഭാരപ്പെടുന്ന വ്യക്തിയായിരിക്കാം. മാരകമായ രോഗിയായിരിക്കാം. ജീവിതത്തിൽ ഉയരുവാൻ കഴിയാതെ നിങ്ങൾ തളർന്നവനായിരിക്കാം. എന്ത് ചെയ്യുമെന്നറിയാൻ കഴിയാതെ നിരാശയുടെ നടുവിലൂടെയാണ് കടന്നു പോകുന്നെങ്കിലും ദൈവാത്മാവ് പറയുന്ന ഒരു ദൂതുണ്ട്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിനെ പോലും, ഹല്ലേലൂയ, സ്തോത്രം, നാം ചിന്തിക്കും. യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ചിന്തിക്കാൻ കഴിയുമ്പോൾ യേശു ക്രിസ്തുവിനെ പ്രാണനെ ദ്രവത്വത്തിന് വിട്ടുകൊടുക്കാതെ, ഹല്ലേലൂയ, അവന്റെ ജഡത്തെ പാതാളത്തിന് വിട്ടുകൊടുക്കാതെ പിതാവായി ദൈവം 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചുവെങ്കിൽ, യേശു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, നീ കടന്നു പോകുന്ന സകല പ്രതിസന്ധികളിലും ഒരു ഉയർപ്പ് ദൈവം നിനക്ക് വെച്ചിട്ടുണ്ട്. രക്തം ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ തളരുവാൻ പാടില്ല. തളരാതെ നിൽക്കണം. ഹല്ലേലൂയ. നിന്നെ തളർത്തിക്കളയുവാൻ പിശാച് പല പദ്ധതികളും ആവിഷ്കരിക്കും. സ്തോത്രം. നിന്നെ ഉടച്ചു കളയാൻ വേണ്ടി പിശാച് പല തന്ത്രങ്ങളുമായിട്ട് വരും. നിരാശപ്പെടുത്തുന്ന വാക്കുകൾ, നിരാശപ്പെടുന്ന ആലോചനകൾ, നിരാശപ്പെടുന്ന ജീവിത സാഹചര്യങ്ങൾ, 4 സൈഡിൽ നിനക്ക് അതുപോലെയുള്ള ഉപദ്രവകരമായ അനുഭവങ്ങൾ വന്നേക്കാം. പക്ഷെ അവിടൊക്കെ പ്രത്യാശയുണ്ടെങ്കിൽ നാം അവിടെ പിടിച്ചു നിൽക്കും. പ്രൈസലോ. നിങ്ങൾ ആ ഭക്തനായ ഇയ്യോബിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാട്ട്, ആരും ഒരു സൈഡ് പറയാനില്ല.
ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരാൾ സങ്കടത്തിലിരിക്കുമ്പോൾ ആ മനുഷ്യന്റെ സൈഡ് സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഒരാളെങ്കിലും കാണും. പക്ഷെ യോബിനെ സംബന്ധിച്ചിടത്തോളം മക്കളെല്ലാം മരിച്ചുപോയി, അല്ലേ? ദാസിദാസന്മാരെല്ലാം മരിച്ചുപോയി. തനിക്ക് സ്വന്തമെന്ന് പറയാൻ ആരുമില്ലുണ്ടായിരുന്ന ഭാര്യ പോലും തനിക്ക് മരിച്ചതുപോലെയാണ്. കാരണം യേശുവിനെ തള്ളിപ്പറയാൻ അവളും പറയുന്നേ. യോബിന് അതും നഷ്ടമാണ്. സ്നേഹിതരെല്ലാം വന്ന് തന്നെ കുറ്റപ്പെടുത്തുകയാണ്. ആരും ഒരു സപ്പോർട്ട് പറയാൻ യോബിന്റെ ഇല്ല. എങ്കിലും യേശുവിനുള്ള വിശ്വാസം, യഹോവയിലുള്ള വിശ്വാസം. അവിടെ എന്നെ കേൾക്കുന്ന പ്രിയരെ, ആരും ഒരു സപ്പോർട്ട് പറയാൻ പോലും നിനക്കില്ലെങ്കിലും, ഒരു സൈഡ് നിന്റെ ഒരു ആശ്വാസ വാക്കുകൾ പറയുവാൻ പോലും നിന്റെ കൂട്ടത്തിൽ ആരുമില്ലെങ്കിലും നീ ഭയപ്പെടേണ്ട കാര്യമില്ല. നിന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു. നിന്റെ സൃഷ്ടാവായ ദൈവം, നിന്റെ ഭർത്താവായ ദൈവം, നിന്റെ രക്ഷകനായ ദൈവം ഹല്ലേലൂയ ജീവിച്ചിരിക്കുന്നു എന്ന് നിനക്ക് തിരിച്ചറിവുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് യോബ് പറയുന്നത്, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയെ കുറിച്ച് ഇത്രമാത്രം വിശ്വാസം യോബിനുണ്ടായിരുന്നെങ്കിൽ, ഹല്ലേലൂയ, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കും കർത്താവിന്റെ വരവിനെ കുറിച്ച് എത്രമാത്രം പ്രത്യാശ നമുക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ. നാം മരണപ്പെട്ടാൽ വിശുദ്ധന്മാരോട് ഉയർപ്പ് കിട്ടും. അല്ല, നാം ജീവനോടുകൂടി ഇരിക്കുമ്പോഴാണ് യേശു വരുന്നെങ്കിൽ നമുക്കൊരു തേജസ്കരണം കിട്ടും. ഹല്ലേലൂയ. നാം രൂപാന്തരം പ്രാപിക്കും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിത തളർന്നു പോകരുത്. അപ്പൊ ലോകത്തിൽ ആയിരക്കണക്കിന് മതസ്ഥാപകന്മാർ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ആയിരക്കണക്കിന് തത്വജ്ഞാനികളുണ്ട്. എന്നാൽ അതിലാരെങ്കിലും ഒരാൾ മരിച്ചുയർത്തെഴുന്നേറ്റിട്ടുള്ളതായി ആരും പഠിപ്പിക്കുന്നില്ല. അനവധി മത നേതാക്കന്മാരും മതസ്ഥാപകന്മാരും തത്വജ്ഞാനികളും പണ്ഡിതന്മാരും പാമരന്മാരും വാഗ്മികളും ഒക്കെ ഈ ലോകത്തിൽ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അവരെല്ലാം മരിച്ച്, അല്ലെങ്കിൽ എല്ലാവരും മരിച്ച് മൺമറഞ്ഞു പോയി. അവരിൽ ഒരു വ്യക്തി പോലും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ഹല്ലേലൂയ. അവരുടെ പ്രാണനെ പാതാളത്തിൽ, ഹല്ലേലൂയ, പാതാളത്തിന്റെ അധീനതയില്ല. അവരുടെ ജഡം ദ്രവത്വം കാണും. എന്നാൽ മുമ്പ് മരിച്ചുപോയവരിൽ ആരെങ്കിലും യേശുക്രിസ്തുവിനെ അറിഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാണ് മരിച്ചതെങ്കിൽ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിങ്കൽ അവന്റെ പ്രാണനെ പാതാളത്തിന് വിട്ടുകൊടുക്കത്തില്ല. അവന്റെ ദ്രവത്വമുള്ള ശരീരം അദ്രവത്വമുള്ളതായി മാറും. പ്രൈസ്. അതായിരിക്കാം നമ്മുടെ വിശ്വാസം, കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ ഒരു മതനേതാക്കന്മാരും തത്വജ്ഞാനികളും ഇവിടെ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിട്ടില്ല. എന്നാൽ ക്രിസ്തു മാർഗം എന്ന് പറയുന്നത് മനുഷ്യൻ മരിച്ചാലും ജീവിക്കുമെന്നുള്ളതാണ്. പ്രൈസ്. ക്രിസ്തു മാർഗം എന്ന് പറയുന്നത് മരിച്ചവൻ, ഹല്ലേലൂയ, അവൻ അല്ലെങ്കിൽ മരിച്ചാലും അവൻ മരിച്ചവൻ ഉയർത്തെഴുന്നേൽക്കും. നാം ഓരോരുത്തരും മരിച്ചാലും ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള ആ പ്രത്യാശ. യേശു ജീവനോടെ ഉയർത്തെഴുന്നേറ്റു. ആകയാൽ ക്രൈസ്തവ മാർഗത്തിനകത്ത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനാൽ ജീവനും ബലവുമുണ്ട്. പ്രൈസലോ. ക്രിസ്തുമയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ആ പ്രത്യാശയുണ്ട്, ആ ജീവനും അവർക്ക് ബലവുമുണ്ട്. അതുകൊണ്ടാണ് നാം മരണത്തെ ഭയപ്പെടുകയില്ലെന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റു മതങ്ങൾ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നില്ല. അവരിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവരെ കുറിച്ചുള്ള പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെടുന്നു. അവരെ ദഹിപ്പിക്കുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ അവരെ സംസ്കരിക്കുന്നു. ഹല്ലേലൂയ. പുനരുത്ഥാനത്തിന്റെ പ്രത്യാശയെ കർത്താവ് നൽകി ജനത്തെ ഇവിടെ ആക്കി വെച്ചിട്ടും പലരുടെയും മരണത്തിൽ ആ പുനരുത്ഥാനത്തെ കുറിച്ച് പ്രത്യാശയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നക്ക് ആകയാൽ നാം മരിച്ചവരെ, ഹല്ലേലൂയ, കുറിച്ചോർത്ത് ഭാരപ്പെട്ടു പോകാതെ ജീവനോടെ ഇരിക്കുന്ന നിങ്ങൾ മരണാനന്തര ജീവിതത്തിൽ പ്രത്യാശ ഉണ്ടായിരിക്കണം. പ്രൈസലോ. യോബിനെ സംബന്ധിച്ച് തന്റെ മക്കൾ 10 പേര് നഷ്ടപ്പെട്ടതിനെ കുറിച്ചും തന്റെ ദാസിദാസന്മാർ നഷ്ടപ്പെട്ടതിനെ കുറിച്ചും ആടുപാട് കന്നുകാലികളെല്ലാം നഷ്ടപ്പെട്ടതിനെ കുറിച്ചും യോബിന് നിരാശയില്ല, യോബിന് പ്രത്യാശയാ. അതുകൊണ്ട് അയ്യോ പറയും, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവനൊടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. അപ്പൊ പ്രത്യാശയുടെ വാക്കുകളാ. ഇത് തന്നെ ആയിരിക്കട്ടെ നിങ്ങൾക്ക്.
അപ്പൊ ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ ആദാമിന്റെ വംശപാരമ്പര്യത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത് കാണാൻ കഴിയും. ആദാം മരിച്ചു 930 വയസ്സുള്ളവനായി ആദാം മരിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം പ്രാരംഭ വാക്യങ്ങളിൽ കിടപ്പുണ്ട്. ഹല്ലേലൂയ. ഹവ്വയും മരിച്ചു. ഹല്ലേലൂയ. അവരുടെ മരണത്തെക്കുറിച്ച് ഹല്ലേലൂയ പറയുന്നു. ഹല്ലേലൂയ. ആദാം മരിച്ചു, ഹവ്വ മരിച്ചു എന്ന് അവരുടെ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ കുറിച്ച് വേദപുസ്തകം പറയുന്നത്. ഹല്ലേലൂയ. അവിടെയാണ് നമ്മൾ വിശ്വാസം വർദ്ധിക്കേണ്ടത്. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ആദാമ മരിച്ചു, ഹവ്വയും മരിച്ചു. എല്ലാ പ്രമാണികളും ഉന്നതന്മാരും മരിച്ചു. എല്ലാ ലോക നേതാക്കന്മാരും മരിച്ചു. എല്ലാ മത നേതാക്കന്മാരും മരിച്ചു. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ടു എന്നല്ല ഇവിടെ പറയുന്നത്, അവന്റെ പുനരുത്ഥാനത്തെ കുറിച്ചാണ് പറയുന്നത്. അവൻ പുനരുത്ഥാനം ചെയ്തു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു, പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു, തന്റെ സഭയ്ക്ക് വേണ്ടി, തന്റെ ജനത്തിന് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നു. യേശുവിന്റെ പുനരുത്ഥാനത്തെ കുറിച്ചാണ് യോബ് സംസാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളും മരിച്ചവരെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാതെ, മരിച്ചവരെ കുറിച്ച് നിങ്ങൾ ആലോചിക്കാതെ, മരിച്ചവരെ കുറിച്ച് ഓർത്ത് ഭാരപ്പെടാതെ നിങ്ങൾ പുനരുത്ഥാനത്തെ കുറിച്ച് ചിന്തിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ ദൈവവചനം പറയുമ്പോൾ 2023 ഏപ്രിൽ മാസം 21-ാം തീയതി എൻ്റെ വൈഫ് മരിച്ചു. അപ്പം മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വൈഫിന്റെ മരണത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. അവൾക്കൊരു പുനരുത്ഥാനം കിട്ടുമെന്നാണ് ഞാൻ പറയുന്നത്. കർത്താവിന്റെ വരവെങ്കിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുന്ന കൂട്ടത്തിൽ അന്ന് എനിക്ക് നഷ്ടപ്പെട്ട എന്റെ ജീവിത പങ്കാളിയായിരുന്ന എന്റെ ഭാര്യ ഉയർത്തെഴുന്നേൽക്കുന്നുള്ള പ്രത്യാശ എനിക്കുള്ളത്. അതുകൊണ്ടാണ് ഞാൻ മരണത്തെ ഭയപ്പെടാൻ നിൽക്കുന്നത്. ഇന്ന് ഞാനും മരിച്ച് ഇവിടെ അടക്കപ്പെട്ടാൽ എന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവെങ്കിൽ ഞാനും വിശുദ്ധന്മാരോട് ഉയർത്തെഴുന്നേൽക്കുമെന്ന് ആ വിശ്വാസത്തോടെ ഞാനും ജീവിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആ ഒരു പ്രത്യാശ ഉണ്ടാകട്ടെ. മരണത്തെ നീ വെല്ലുവിളിച്ച് ജീവിക്കണം. മരണത്തെയും പാതാളത്തെയും വെല്ലുവിളിച്ച് ജീവിക്കണം. ഹോശേയുടെ പുസ്തകത്തിലും 1 കൊരിന്ത്യർ ലേഖനം 15:55 ഹല്ലേലൂയ. മരണത്തെയും പാതാളത്തെയും വെല്ലുവിളിച്ച് ജീവിക്കുന്നത് പോലെ പൗലോസിനത് കഴിഞ്ഞെങ്കിൽ നമുക്കത് കഴിയണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നീയത അല്ലൊരു സ്വന്തം നാം ദൈവം എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്ന് ഇത്രമാത്രം ശക്തിയോടെ ആമി വിളിച്ചു പറഞ്ഞവൻ പഴയ നിയമത്തിലെ ഏക മനുഷ്യനാണ് ഭക്തനായ യോബ്. ഹല്ലേലൂയ. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുമെന്ന് ഇത്ര അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞ പഴയ നിയമത്തിലെ ഏക ഭക്തനാണ് യോബ്. യോബിനെ പോലെ അല്ലെങ്കിൽ പെരിയ കഷ്ടത്തിലൂടെ കടന്നു പോയ മറ്റൊരു വിശുദ്ധനെ വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയില്ല. യോബിനെ പോലെ ഇത്രമാത്രം ഭയങ്കര കഷ്ടതയിലൂടെ കടന്നുപോയിട്ടും തന്റെ വീണ്ടെടുപ്പുകാരനെ കൊള്ളുള്ള പ്രത്യാശ. ഹല്ലേലൂയ. ഒരു ദിവസത്തിൽ തന്നെ എല്ലാം നഷ്ടപ്പെട്ടു പോയി. ശരീരം മുഴുവൻ ഭയങ്കര വ്യാധിയാൽ പരുക്കളാനും നിറഞ്ഞു. സ്വന്തം ഭാര്യ തന്നെ അവന്റെ അടുക്കൽ ദൈവത്തെ ത്യജിച്ചു പറയാൻ പറഞ്ഞു. അല്ലെങ്കിൽ മനംതൊന്ത് ദുഃഖത്തിനാഴ്ന്നു പോയ സമയത്ത് പോലും ഹല്ലേലൂയ കർത്താവ് ദർശനമായി ജീവിച്ചിരിക്കുന്ന വീണ്ടെടുപ്പുകാരനെ നേരിട്ട് കാണുവാൻ ഹല്ലേലൂയ യോബിന് കഴിഞ്ഞു. അപ്പൊ എല്ലാ അവസ്ഥയിലും നിരാശനായി ദുഃഖിതനായിരിക്കുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു ഹല്ലേലൂയ യേശു ക്രിസ്തുവിനെ കുറിച്ച് ദർശനത്തിൽ അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് കാണുവാൻ യോബിന് കഴിഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് വളരെ പ്രത്യാശയോടുകൂടി ജീവിക്കണ്ടേ? എന്തിനാണ് നിങ്ങൾ നിരാശപ്പെടുന്നത്? ഇവിടുത്തെ സമ്പത്തിന് വേണ്ടിയിട്ടോ, ഇവിടുത്തെ പണത്തിന് വേണ്ടിയിട്ടോ, ഇവിടുത്തെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഭയപ്പെടുന്നത്? എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, രക്തം ചെയ്യും. നീ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ ലോകം നമുക്ക് ശാശ്വതമല്ല. ഈ ലോക ജീവിതം നമുക്ക് ശാശ്വതമല്ല. ഹല്ലേലൂയ. ഇവിടെ നാം ഉണ്ടാക്കിയതൊന്നും കൊണ്ടുപോകുകയില്ല. ഇവിടെ നാം വാരി പിടിച്ചതും വെട്ടിക്കൂട്ടിയതും പിടിച്ചു വാങ്ങിയതും അപഹരിച്ചെടുത്തതും മോഷ്ടിച്ചെടുത്തതും വ്യാജം പറഞ്ഞുണ്ടാക്കിയതും ഒക്കെ ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. യോബ് പറഞ്ഞു, നഗ്നനായി വന്ന് നഗ്നനായി തന്നെ പോകും. യോബ് പറഞ്ഞതുപോലെ അതേ സ്നേഹിത, നീ ഇവിടുന്ന് പോകുമ്പോൾ നിനക്കൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല. നീ ഇവിടുന്ന് പോകുമ്പോൾ നിനക്കൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല. നഗ്നനായി നീ അമ്മയുടെ ഉദരത്തിൽ ജനിച്ചു നീ പുറത്തു വന്നതുപോലെ നീ നഗ്നനായി തന്നെ മടങ്ങിപ്പോകും.
പക്ഷെ നീ ഇവിടെ ജീവിക്കുമ്പോൾ നിനക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് പ്രത്യാശ ഉണ്ടായിരിക്കണം. മരിച്ചാലും എനിക്കൊരു പുനരുത്ഥാനമുണ്ടെന്ന് ഉറപ്പ് നിനക്കുണ്ടായിരിക്കണം. രക്തം ചെയ്യും കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണത്തിലൂടെ നമുക്കത് വെളിപ്പെടുത്തി തന്നു. രക്തം ചെയ്യും. അപ്പൊ നാം ദൈവത്തിന്റെ വചനത്തിൽ ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന കർത്താവിനെ നേരിട്ട് കാണുവാനുള്ള ഒരു ആഗ്രഹം നിനക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ. രക്തം ചെയ്യും. നമ്മുടെ കർത്താവിനെ നേരിട്ട് കാണാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കട്ടെ. യോബ് കർത്താവിന് ചാർത്തിയ പേര് വീണ്ടെടുക്കുന്നവനെന്നാണ്. നമ്മുടെ യോബ് കർത്താവിനൊരു പേരാണ് എന്നെ വീണ്ടെടുക്കുന്നവൻ. നമ്മുടെ കർത്താവിന്റെ പേരാണ് വീണ്ടെടുപ്പുകാരൻ. അല്ലേ? അതെ, നിന്നെ വീണ്ടെടുക്കുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ഈ ലോകത്തിൽ നിന്നെ ആരും വീണ്ടെടുക്കത്തില്ല. ഒരുപക്ഷെ നിനക്ക് പണവും പ്രതാപവും പ്രശസ്തിയൊക്കെ ഉള്ള സമയത്ത് ഒരുപാട് കൂട്ടുകാരും സുഹൃത്തുക്കളും ബന്ധങ്ങളും ഒക്കെ നിനക്ക് കാണും. നിനക്കൊന്നുമില്ലാതെ വരുമ്പോൾ നിന്നോട് കൂടെ ആരും കാണത്തില്ല. നിനക്കൊന്നുമില്ലാതെ വരുമ്പോൾ, നിനക്കൊരു സ്ഥാനവും ആരും ഒന്നുമില്ലാതെ വരുമ്പോൾ, നിന്റെ കയ്യിൽ ഒരു ചില്ലിക്കാശ് പോലും ഇല്ലാതെ വരുമ്പോൾ നിന്റെ കൂടെ ആരും കാണത്തില്ല. യോബിന്റെ ജീവിതത്തിൽ നോക്കി, യോബിനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആരുമില്ല. പക്ഷെ യോബിനോട് കൂടെ നിൽക്കുവാൻ യേശുവുണ്ട്. യോബിനോട് കൂടെ നിൽക്കുവാൻ യോബിന്റെ വീണ്ടെടുപ്പുകാരനായിരുന്ന ക്രിസ്തുവിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരുടെ ശ്രോതാവി, നിന്നോട് കൂടെ യേശുവുണ്ട്. ഹല്ലേലൂയ. എന്നെ വീണ്ടെടുക്കുന്നവനെ എന്ന അവകാശത്തോടെ യോബ് ഭക്തൻ വിളിച്ചു പറയുക. ഹല്ലേലൂയ. അതേ, കർത്താവ് നിങ്ങളെ വീണ്ടെടുപ്പിനായി, അല്ലയ്യ, നിങ്ങളെ സംരക്ഷിക്കുന്നതിനായി, നിങ്ങളെ രക്ഷിക്കുന്നതിനായി നിങ്ങളുടെ അരികിലുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. എന്നെ കേൾക്കുന്ന മാതാവി, നിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി, നിന്നെ രക്ഷിക്കുന്നതിന് വേണ്ടി, നിന്നെ സംരക്ഷണയ്ക്ക് വേണ്ടി യേശുവിനോട് കൂടെയുണ്ടെന്നുള്ള വിശ്വാസം നിനക്കുണ്ടാകട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് റോമലേഖനം 14:9 വായിക്കുമ്പോൾ, മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും കർത്താവാകേണ്ടതില്ലല്ലോ ക്രിസ്തു മരിക്കുകയും ഉയർക്കുകയും ചെയ്യുന്നത്. അതെ, മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും കർത്താവാകേണ്ടതിനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റതെന്ന് പറയുന്നേ. ഹല്ലേലൂയ. വായിച്ച വചനത്തിലേക്ക് വന്ന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. യോബ് പറഞ്ഞതുപോലെ നമുക്ക് പറയാം, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവനോട് പൊടിമയിൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എന്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല, എന്റെ സ്വന്തം കണ്ണവനെ കാണും. എന്റെ ആന്തരംഗം എന്റെ ഉള്ളിൽ ക്ഷയിച്ചിരിക്കുന്നു. മറ്റൊരാളുടെ കണ്ടുകൊണ്ടല്ല, യോബിന്റെ കണ്ടുകൊണ്ട് തന്നെ കാണും. അതെ, ഇത് പകൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയ പിതാവേ, മാതാവ്, ഏതെങ്കിലും വിധത്തിൽ പ്രതിസന്ധി കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇത് പകൽ യേശുവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. നിന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്ന വിശ്വാസത്തോടെ കഷ്ടതയെ നീ ജയിക്കണം. മരണത്തെ നീ വെല്ലുവിളിക്കണം. പാതാളത്തെ വെല്ലുവിളിച്ച് ജീവിക്കണം. ഇതുവരെ കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയാത്ത ദുഃഖത്തിന്റെ ഒരു ആദ്യം കടന്നു പോകുന്നെങ്കിൽ ഈ വചനം നീ ഏറ്റെടുത്ത് വിശ്വസിച്ച് കർത്താവിന് സമർപ്പിക്കുക. ഒരു സമാധാനം ദൈവം തരും. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനം കേട്ടുകൂടിയിരുന്ന സകല ജനത്തെ, ഞങ്ങളുടെ 7 ഭൂഖണ്ഡങ്ങളായി 800 കോടിയിലധികം ജനത്തിനായി, ഭാരതത്തിലെ 140 കോടി ജനം, കേരളത്തിലെ 3.25 കോടി ജനം, കർത്താവിന്റെ വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്നവർ, രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ ഭരിക്കുന്ന ആദിവാസികളും ട്രൈബലും ഗോത്ര വിഭാഗങ്ങളായിരിക്കുന്നവരെയും എല്ലാ ഭരണ സംവിധാനങ്ങളും എല്ലാ ജനത്തെയും ദൈവങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവ്, കരസേന, വ്യോമസേന, നാവികസേനാധികാരികൾ, ഞങ്ങളുടെ അതിർത്തിയിൽ കാക്കുന്ന BSF, CRPF, ക്രമസമാധാന പോലെ നിയമനിർമ്മാണങ്ങൾ, ജലസേന വിഭാഗങ്ങളെ, പോലീസിന്റെ വിവിധ സെക്ഷനുകളെ കർത്താവ്, ഞങ്ങളുടെ ജുഡീഷ്യറിന്റെ വിവിധ വകുപ്പുകളെ എല്ലാം ഞങ്ങൾ ദൈവം ഏൽപ്പിക്കുന്നു. കരയിലും കടലും ആകാശമാർക്കും വാഹനം ഓടിക്കുക യാത്ര ചെയ്യുന്നവർ, വാഹന നിർമ്മിതാക്കൾ, സെയിൽസ് ചെയ്യുന്നവരെ കർത്താവ്, കരലോരവാസികളെ, തീരദേശവാസികൾ, സമുദ്രത്തിലെ ആഴങ്ങളിൽ മത്സ്യബന്ധന കടന്നുപോയിരിക്കുന്നവർ, സമുദ്രത്തിലെ ആഴങ്ങളിൽ കരികളും കമ്പനികളും ഫാക്ടറിയും ജോലി ചെയ്യുന്നവർ, വഴിവര കച്ചവടക്കാർ, വയസ്സായ വ്യാപാരികളെ, കൺസ്ട്രക്ഷൻ മേഖല, മെക്കാനിക്കൽ, മോട്ടോർ ട്രേഡ് രംഗത്ത്, ട്രാൻസ്പോർട്ട് ഡ്രൈവേഴ്സ് രംഗത്ത്, യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, അല്ലെങ്കിൽ സഹകരണ മേഖല, പൊതുമേഖല, ആരോഗ്യമേഖല, വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖലയിൽ എല്ലാ സയൻസ് ഏജന്റുമാരെയും, എല്ലാ മത, സാമൂഹിക, സാംസ്കാരിക സംഘടന രംഗം, ചരിത്രമാധ്യമ, മീഡിയ രംഗം നൽകുന്ന സകല ജനത്തെയും നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ശൈശവത്തിലും ബാല്യത്തിലും കൗമാരിക യുവനത്തിലും വാർത്തത്തിലും ആനുപുരത്തിൽ അശന, യാച്, ക്രോഫന, ചോട്ടൻ, ജൂവി, തടവറയായി അയക്കുന്നവർ, മദ്യത്തിനും മൈക്കും പാൻശാലയും ചൂതാട്ടങ്ങളും പെട്ടുകിടക്കുന്നു, ദുർനടപ്പി ജീവിക്കുന്നവർ, സകല അശ്ലീലങ്ങളിൽ ജീവിക്കുന്ന ജനം, മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് കർത്താവേ യേശുക്രിസ്തുവിൽ ജീവിതം അർപ്പിക്കുന്ന ജനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ദേശരാജ്യങ്ങൾ ജോലിക്ക് കടന്ന് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, അവിടെ കഷ്ടം സഹിക്കുന്ന
നാട്ടിലേക്ക് കടന്നു, വിസ നഷ്ടപ്പെട്ടവർ, വിസ പുതുക്കി കിട്ടാൻ ഭാരപ്പെടുന്നു, സാലറി കിട്ടാൻ ഭാരപ്പെടുന്നവർ, ദേശരാജ്യത്തിലേക്ക് കടന്നുപോയി പീഡയനികളുടെ സൗരന്മാരെയൊക്കെ ഓർക്കുന്നു. കർത്താവിയുടെ കേരളത്തിൽ ഭാരൂഗ്രഹം കർത്താവിന്റെ വേലയും കടന്നുപോയി ദൈവത്തിന്റെ ദാസിദാസന്മാർ, കുടുംബ തലമുറകളെ ആമി സുവിശേഷമായി ജയിലിൽ കഷ്ടം സഹിക്കുന്നവരെയൊക്കെ ഓർക്കുകയാണ്. ഇത് പകൽ എല്ലാ ജനത്തിന്റെയും പിടിവന ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ കുടിലോട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന സകല ജനത്തിനും കർത്താവ് യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് എന്നെ വീണ്ടെടുക്കുന്ന ജീവിച്ചിരുന്ന പ്രത്യാശയുടെ മരണത്തെയും പാതാളത്തെയും വെല്ലുവിളിച്ച് സാത്താനെ വെല്ലുവിളിച്ച് ജീവിപ്പാൻ ഈ ജനത്തെ കർത്താവ് ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാപം വിട്ട് മടങ്ങി വന്ന് മാനസാന്തപ്പെട്ട് സുവിശേഷത്തിന്റെ ഭാഗമായി തീരുവാൻ ഈ ജനത്തിന്റെ ആത്മീയ കണ്ണുകൾ തുറക്കപ്പെടുവാൻ ഞങ്ങൾ യേശുവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. സകല മഹത്വം എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.